നമസ്കാരം. ബിനു വി ജോണിനെതിരായ കേസ് കുത്തിപ്പൊക്കി പോലീസ്. ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് അസോസിയേറ്റ് എഡിറ്ററും അവതാരകനുമായ ബിനു വി ജോണിനെതിരെ കലാപാഹ്വാന കുറ്റം ചുമത്തി തലസ്ഥാന ജില്ലയിലെ സിറ്റി കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം 3ാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 504 ഉദ്ദേശപൂർവം സമാധാനം ലംഘിക്കുന്നതിന് പ്രകോപനം നൽകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അപമാനിക്കുക, 116 തടവ് നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റത്തിനുള്ള പ്രേരണ നൽകൽ കുറ്റം ചെയ്യുക, 506 കുറ്റകരമായ ഭയപ്പെടുത്തൽ, 107 കുറ്റം ചെയ്യിക്കാനുള്ള പ്രേരണ, 2010 കേരള പോലീസ് നിയമത്തിലെ 120(o) എന്നീ വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുള്ളത്. 2022 മാർച്ച് 28 കേസിൽ 2023 ഫെബ്രുവരി 23 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് ബിനുവിന് നോട്ടീസ് നൽകിയിരുന്നു. CITU നേതാവ് എളമരം കരീമിനെതിരെ ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശത്തിനാണ് 2022 മാർച്ച് മാസം കേസെടുത്തത്. ഈ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം. തുടർച്ചയായ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ ചർച്ചയാണ് ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ കാരണമെന്നാണ് സൂചന. 2022 മാർച്ച് മാസം 28 രാത്രി നടന്ന ചർച്ചയിലെ പരാമർശത്തിനാണ് കൃത്യം 1 മാസം കഴിഞ്ഞ് ഏപ്രിൽ 28 കേസെടുത്തത്. ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചതാകട്ടെ പിന്നെയും 10 മാസങ്ങൾക്ക് ശേഷം. ട്രേഡ് യൂണിയനുകൾ രാജ്യത്ത് നടത്തിയ 48 മണിക്കൂർ പണിമുടക്കിനിടെ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ഓട്ടോറിക്ഷ ഡ്രൈവർ യാസിറിന് തിരൂരിൽ വെച്ച് സമരാനുകൂലികളുടെ ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു. അതേക്കുറിച്ച് പ്രതികരണം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് CITU സംസ്ഥാന സെക്രട്ടറിയും രാജ്യസഭാംഗവുമായ എളമരം കരീം പറഞ്ഞത്, ഓട്ടോ തടഞ്ഞു, പിച്ചി, മാന്തി എന്നൊക്കെ പരാതികൾ വരുന്നത് പണിമുടക്ക് തകർക്കാൻ വേണ്ടിയാണ് എന്നായിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് അവതാരകനായ ബിനു വി ജോൺ പറഞ്ഞ വാക്കുകളാണ് പിന്നീട് വിവാദമായത്. എളമരം കരീം പോകുന്ന വണ്ടി ഒന്ന് അടിച്ച് പൊട്ടിക്കണമായിരുന്നു, കുടുംബസമേതമാണ് എങ്കിൽ അവരെ ഇറക്കി വിടണമായിരുന്നു, എളമരം കരീമിന്റെ മുഖത്തടിച്ച് മൂക്കിൽ നിന്ന് ചോര വരുത്തണമായിരുന്നു. ഇങ്ങനെയായിരുന്നു ബിനുവിന്റെ പരാമർശം. ഇത് എളമരം കരീമിനെ ആക്രമണത്തിനുള്ള ആഹ്വാനമാണ് എന്ന നിലപാടിലായിരുന്നു CPM. ഇതേ തുടർന്നാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എളമരം കരീം പരാതി നൽകിയത്. ചർച്ച നടന്ന 1 മാസം കഴിഞ്ഞാണ് എളമരം കരീം പരാതി നൽകിയത്. അന്ന് തന്നെ IPCയിലെ 4 വകുപ്പുകളും കേരള പോലീസ് ആക്ടിലെ 1 വകുപ്പും ചേർത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. സാമൂഹിക മാധ്യമങ്ങൾ വഴി ബിനു വി ജോണിനെതിരെ CPM സൈബർ പോരാളികൾ വിദ്വേഷ പ്രചരണവും നടത്തി. ബിനുവിന്റെ വീടിന് സമീപവും തിരുവനന്തപുരം നഗരത്തിലും പോസ്റ്ററുകൾ പതിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോഴിക്കോട് റീജിയണൽ ബ്യൂറോയിലേക്കും തിരുവനന്തപുരത്തെ ആസ്ഥാനത്തേക്കും മാർച്ച് സംഘടിപ്പിച്ചു. എന്നാൽ കേസിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ അകമ്പടി സംബന്ധിച്ച് അടുത്തടുത്ത ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചകൾ സംഘടിപ്പിച്ചതോടെയാണ് ബിനു വി ജോണിനെതിരായ നീക്കങ്ങൾ പോലീസ് വീണ്ടും തുടങ്ങിയത് എന്നാണ് വിവരം. 2023 ഫെബ്രുവരി 23 രാവിലെ 11 മണിക്ക് കന്റോൺമെന്റ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു പോലീസിന്റെ നിർദ്ദേശം. സർക്കിൾ ഇൻസ്പെക്ടർ ഷാഫി BM നൽകിയ നോട്ടീസിൽ മേലിൽ സമാന കുറ്റങ്ങൾ ചെയ്യരുത് എന്നും തെളിവുകൾ നശിപ്പിക്കരുത് എന്നുമുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. പോലീസ് നോട്ടീസ് നൽകിയ വിവരം ബിനു വി ജോൺ ട്വീറ്റ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ BBC ഓഫീസുകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള വെല്ലുവിളിയെന്ന് CPM പോളിറ്റ് ബ്യൂറോയും മുഖ്യമന്ത്രി പിണറായി വിജയനും വിശേഷിപ്പിക്കുമ്പോഴാണ് ചാനൽ ചർച്ചയുടെ പേരിൽ കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളെ കുരിശിൽ തറയ്ക്കാൻ നോക്കുന്നത് എന്നതാണ് വിചിത്രം.